ചെമ്പനീർ പൂവിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം നമ്മുടെ രേവതി കാലൊടിഞ്ഞ് കിടക്കുകയാണല്ലോ. രേവതിയെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് അച്ചമ്മ വരുന്നുണ്ട്. അച്ചമ്മ വന്ന പാടെ തന്നെ നമ്മുടെ ശ്രുതിക്കിട്ട് 8ൻ്റെ പണികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പതിവ് പോലെ തന്നെ രേവതി ബെഡിൽ കിടക്കുകയാണ്. രേവതിയോട് സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഇനി ഇവിടെ നിന്ന് അനങ്ങരുത് കേട്ടോ, കുറേ ദിവസത്തേക്ക് നിനക്ക്, അതായത് 6 ആഴ്ചത്തേക്കുള്ള ബെഡ് റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇനി കാലനക്കി വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത്, എങ്കിൽ നിനക്ക് ഇതിന് ഇരട്ടിയായിരിക്കും ഓരോന്ന് അനുഭവിക്കാൻ പോകുന്നത്. നീ എന്തായാലും ഇവിടെ അടങ്ങി കിടക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത്. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, സച്ചിയേട്ടനൊന്നും സമാധാനത്തിൽ ജോലിക്ക് പോയിക്കേ, ഞാനിവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോളാം പോരെ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കത്ര വിശ്വാസം പോരെ രേവതി, നീ മര്യാദയ്ക്ക് കിടന്നോളണം, എന്നാലും എനിക്ക് സമാധാനത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് വണ്ടി ഓടിക്കാനേ പറ്റില്ല എന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് വണ്ടിയിൽ കയറുന്ന ആൾക്കാരെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ആക്കരുത് സച്ചിയേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ജോലിക്ക് പോകുന്നുണ്ട്. ചന്ദ്രമതിക്കാണെങ്കിൽ രേവതിയെ നോക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ഉദ്ദേശം ചന്ദ്രമതിക്ക് നേരത്തെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ചന്ദ്രമതി ഒരു തീർത്ഥാടനമെന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ടേ ചന്ദ്രമതി വീട്ടിൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ബാക്കി വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും ശ്രുതിയാണെങ്കിലും ബ്യൂട്ടി പാർലറിലും വർഷ ഡബിങ്ങിന് വേണ്ടിയിട്ടും ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിൽ പുതിയ ഷോപ്പിലും പോകുമല്ലോ. അപ്പോൾ ഒറ്റയ്ക്കാണ് രേവതി ഉള്ളത്. ആ സമയത്ത് രേവതി നമ്മുടെ അച്ചമ്മയെ വിളിക്കുന്നുണ്ട്. അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ സുഖമല്ലേ രേവതി, നിനക്ക് എന്ത് പറ്റി, നിനക്ക് ഒരു വല്ലാതെ നീ സംസാരിക്കുന്നു, നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ, അതോ ചന്ദ്രൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല അച്ചമ്മ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അച്ചമ്മ പേടിക്കുകയൊന്നും വേണ്ട, എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി, ചെറുതായിട്ട് കാലിൻ്റെ എല്ലൊന്നും ഒടിഞ്ഞു, അങ്ങനെ ബെഡ് റെസ്റ്റിലാണ് അച്ചമ്മയെന്ന്. ആ സമയത്ത് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്തേ മോളെ, സച്ചി പോലും എന്നോട് ഈ ഒരു കാര്യം വിളിച്ചു പറഞ്ഞില്ലല്ലോ, രവി പോലും എന്നോട് പറഞ്ഞില്ല, അതെന്തേ എന്നെ ഇത് ആരും അറിയിക്കാത്തത് എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അത് അച്ചമ്മയ്ക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ചമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് സച്ചിയേട്ടനും അച്ഛനും ഒന്നും അച്ചമ്മയോട് ഈ കാര്യം പറയാത്തത്. വേറെ വിഷമിക്കാനൊന്നുമില്ല, അച്ചമ്മ ഇനി ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരയൊന്നും വേണ്ട, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എനിക്കറിയാം മോളെ, നീ അങ്ങനെയല്ലേ പറയുള്ളൂ, എന്ത് മാത്രം സങ്കടം ഉണ്ടെങ്കിലും നീ അതെങ്കിലും പുറത്ത് കാണിക്കാറുണ്ടോ, നീ നിൻ്റെ ഉള്ളിൽ എല്ലാ വേദനകളും ഒതുക്കി കഴിയുന്ന ഒരാളല്ലേ, എനിക്കതൊക്കെ അറിയാം. അപ്പോൾ നിന്നെ ആരാ നോക്കുന്നത്, ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ നോക്കാനായിട്ട്, സച്ചി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അച്ചമ്മേ, സച്ചിയേട്ടനാണ് എനിക്ക് എല്ലാം ചെയ്തു തരുന്നത്, ഇപ്പോൾ സച്ചിയേട്ടൻ ഒരു ഓട്ടം പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചന്ദ്ര എവിടെ പോയി, ചന്ദ്ര നിന്നെ ഒന്നും സഹായിക്കാറില്ലേ, ബാക്കി വീട്ടിലെ ആൾക്കാരുണ്ടല്ലോ, അവരാരും നിന്നെ തിരിഞ്ഞു നോക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അത് അച്ചമ്മേ, അത് അമ്മ ഇപ്പോൾ ഒരു തീർത്ഥാടനം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, ഇനി 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ അത്രേ, അതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ്. ആ സമയത്ത് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, രേവതി മോളെ, അപ്പോൾ നിനക്ക് ആരാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത്, അടുക്കളയിൽ കയറുന്നത് ആരാ, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ആരാ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നീയല്ലേ വെളുപ്പിനെ എണ്ണീറ്റ് ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം വച്ച് വിളമ്പി കൊടുക്കുന്നത്, ഇപ്പോൾ നിനക്ക് വയ്യാതായപ്പോൾ നിന്നെ നോക്കാൻ ആരുമില്ലേ, ഓരോരുത്തർ ഓരോ സ്ഥലത്തെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണല്ലേ, ശരി ഞാൻ രവിയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അയ്യോ അച്ചമ്മേ, അച്ഛനോട് വിളിച്ച് ഈ കാര്യമൊന്നും പറയണ്ട, അച്ഛനാണെങ്കിൽ ഇനി ഇതും കൂടെ കേട്ടാലേ സങ്കടമോ, അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല അച്ചമ്മേ, അച്ഛൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു രേവതി മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, നീ കൂടെ എന്തെങ്കിലും അവളെ സഹായിക്കണമെന്നൊക്കെ, പക്ഷേ അച്ചമ്മയ്ക്ക് അറിയാമല്ലോ അമ്മയുടെ സ്വഭാവം, അമ്മയ്ക്കാണെങ്കിൽ എന്നെ തീരെ ഇഷ്ടമല്ല, ബാക്കി 2 മരുമക്കളെയും കാണുന്നതിൻ്റെ ഒരു അംശം പോലും അമ്മ എന്നെ കാണാറില്ല, എന്നെ ഒരു അടുക്കളക്കാരിയായിട്ട് മാത്രമല്ലേ അമ്മ ഇതുവരെയും കണ്ടിട്ടുള്ളൂ, പോട്ടെ അച്ചമ്മ, എനിക്കതിൽ പരാതിയൊന്നുമില്ല, അമ്മ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ ഉണ്ടായത് എന്തോ പ്രശ്നം കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ തീർത്ഥാടനത്തിന് പോയത്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ബാക്കി 2 പേർ അവിടെ ഉണ്ടല്ലോ, അവർക്ക് ആർക്കെങ്കിലും നിന്നെ സഹായിച്ചൂടെ, അവരൊക്കെ എന്ത് പണിയാണ് എടുക്കുന്നത്, എത്ര നാൾ നീ അവർക്ക് വെച്ച് വിളമ്പി കൊടുത്തു, ശരി മോളെ, നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ സച്ചിയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചോളാം, എന്തായാലും നിന്നെ സഹായിക്കാൻ ചന്ദ്ര വരുന്നത് വരെ ഞാൻ അങ്ങോട്ട് വരാം,
2 ആഴ്ച ഞാൻ അവിടെ വന്ന് നിൽക്കാം. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, അയ്യോ അച്ഛമ്മ ഇങ്ങോട്ട് ഇനി വയ്യാതിരിക്കുന്ന സമയത്ത് വരെയൊന്നും വേണ്ട, എന്നെ നോക്കാൻ സച്ചിയേട്ടനുണ്ടല്ലോ. ഈ കാര്യം ഇനി എങ്ങനെയാണ് സച്ചിയേട്ടൻ അറിയുകയാണെങ്കിൽ സച്ചിയേട്ടൻ എന്നെ ആയിരിക്കും വഴക്ക് പറയുന്നത്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയില്ല നീ വിളിച്ച് പറഞ്ഞെന്നുള്ള കാര്യം, ഞാൻ അല്ലാതെ അങ്ങ് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങ് ഫോണ് കട്ട് ചെയ്യുകയാണ്. സച്ചി തിരികെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ രേവതി ഇങ്ങനെ കാലൊടിഞ്ഞ് കിടക്കുന്ന സമയത്ത് സച്ചിക്ക് വേറെ ഒരു ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുമില്ല. എപ്പോഴും രേവതിയുടെ ചിന്തയാണല്ലോ. അങ്ങനെ രേവതിയുടെ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, ആരെയാ രേവതി നീ ഫോൺ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അത് അച്ഛമ്മയാണ് സച്ചിയേട്ടാ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അയ്യോ അച്ഛമ്മയായിരുന്നോ, നിന്റെ കാര്യം എങ്ങാനും അച്ഛമ്മ അറിഞ്ഞോ രേവതി എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ആ അറിഞ്ഞു സച്ചിയേട്ടാ, എനിക്ക് പറയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അയ്യോ ഇനി ഇതിൻ്റെ പേരിൽ ഇനി അച്ഛമ്മ എന്നെയും അച്ഛനെയും ഒക്കെ വിളിച്ച് ശകാരിക്കും, നീ എന്താവശ്യത്തിനാണ് ഈ കാര്യം പറയാൻ പോയത് രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല കുഴപ്പമൊന്നുമില്ല സച്ചിയേട്ടാ, ഞാൻ പറഞ്ഞു വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എങ്ങാനും വന്ന് 2 ആഴ്ച ഇവിടെ നിൽക്കാമെന്ന്. അപ്പോൾ സച്ചി പറയുകയാണ്, നീ ആ കാര്യവും പറഞ്ഞോ, അമ്മ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം, എന്തിനാ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, അച്ഛമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇവിടെ വരാൻ പറ്റില്ല അച്ഛമ്മേ, വയ്യാതിരിക്കുന്ന സമയത്ത് അച്ഛമ്മ ഇനി എന്നെയും കൂടെ നോക്കണോ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓഹോ നീ എൻ്റെ അച്ഛമ്മയെ പറ്റി അങ്ങനെയാണോ വിചാരിച്ചത് രേവതി? എൻ്റെ അച്ഛമ്മ ഇപ്പോൾ വേണമെങ്കിലും നിന്നെ തൂക്കിയെടുക്കുന്നത് കാണണോ നിനക്ക്? അത്രയ്ക്ക് ആരോഗ്യമുണ്ട് അച്ഛമ്മയ്ക്ക്. അച്ഛമ്മയുടെ പ്രായമൊന്നും നീ കണക്കാക്കണ്ട. അച്ഛമ്മ ഒറ്റയ്ക്ക് അവിടെ എന്തെല്ലാം ജോലി ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ അല്ലേ? അതുകൊണ്ട് അച്ഛമ്മ വയസ്സായെങ്കിലും അച്ഛമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ട്. പണ്ട് കഴിച്ച ഫുഡിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒക്കെ ആരോഗ്യം അച്ഛമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അന്ന് രാത്രിയായി, രാവിലെ നേരം വെളുപ്പിനെ തന്നെ വീട്ടിലേക്ക് അച്ഛമ്മ കയറി വരികയാണ് കേട്ടോ. അപ്പോൾ അച്ഛമ്മയെ കണ്ടതും രവി ഓടി ചെന്ന് വിളിക്കുന്നുണ്ട്, അയ്യോ അമ്മ എന്തേ വരുന്ന കാര്യം ഒന്നും പറയാതെ ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നത്, എന്തു പറ്റി അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു രേവതി മോക്ക് കാല് വയ്യാതെ കിടക്കുകയാണ്, കാലൊടിഞ്ഞു എന്നൊക്കെ. എന്നോട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ, നീ എന്നോടത് മറച്ചു വെച്ചില്ലേ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അയ്യോ അമ്മേ, അത് ഞാൻ അമ്മയോട് മറച്ചു വെച്ചതല്ല, അമ്മയ്ക്ക് രേവതിയെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇനി അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയെന്ന് അമ്മ അറിഞ്ഞാൽ അമ്മയ്ക്കതൊരു മനപ്രയാസം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാത്തതാണ് എന്ന് പറയുമ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ശരി നിൻ്റെ ഭാര്യ എവിടെ, ചന്ദ്ര എവിടെ പോയി, അവളെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, അയ്യോ അമ്മേ, അവളൊരു തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്, അവൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ, ഒരു 2 ആഴ്ച തീർത്ഥാടനത്തിന് പോയതാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, നീ എൻ്റെ മകൻ തന്നെയാണോടാ രവി? ഇങ്ങനെ രേവതി മോക്ക് കാല് വയ്യാതിരിക്കുമ്പോൾ അവൾ പോയത് നീ ശരിയാണെന്നാണോ പറയുന്നത്? നിനക്ക് അത്രയും ഒരു ധൈര്യം ഇല്ലാതായിപ്പോയല്ലോ. അവളെ ചെകിടത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് നിനക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? നീ പറഞ്ഞാൽ എങ്ങനെയാണ് അവൾ കേൾക്കുന്നത് അല്ലേ? ഞാനായിട്ട് ആയിരിക്കണമായിരുന്നു, അവളെ ചെകിട്ടത്ത് 2 പൊട്ടിച്ചിട്ട് പറയുമായിരുന്നു, മര്യാദയ്ക്ക് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് നിൽക്കടീന്ന്. എനിക്കറിയാം അവളിപ്പോൾ പ്രാർത്ഥനയ്ക്കോ തീർത്ഥാടനത്തിനോ ഒന്നുമല്ല പോയത്. രേവതി മോൾ ഇത്രയും വയ്യാതിരിക്കുന്നത് കൊണ്ട് അവളെ നോക്കാൻ വയ്യ, അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ വേലയും പറഞ്ഞു പോയത്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, പോട്ടെ അമ്മേ, ഇനി അവൾ എന്തെങ്കിലും കാണിച്ചിട്ട് വരട്ടെ, ഇനി കുറച്ച് ദിവസത്തേക്ക് രേവതി മോക്കൊന്ന് സ്വസ്ഥത കിട്ടുമല്ലോ, അല്ലെങ്കിൽ ആ പാവത്തിനെ ഇട്ട് അവൾ എന്തുമാത്രം കഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, ശരി ബാക്കി ആരും ഇവിടെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ശ്രുതിയും വർഷയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ശ്രുതിയോട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി മോളെ, സുഖമല്ലേ? വർഷമോക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? രേവതിക്ക് എന്ത് പറ്റിയതാ മോളെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയോട് എന്നിട്ട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ആരാ രേവതി മോക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? ചന്ദ്ര ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ എനിക്കതിന് സമയമൊന്നുമില്ല അച്ഛമ്മേ, എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം, ശ്രുതിയുടെ പുതിയ ഷോപ്പിൽ പോകണം, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല, ഞങ്ങൾക്കുള്ളതെല്ലാം ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വർഷയും പറയുന്നുണ്ട്, അച്ഛമ്മേ ഞങ്ങളും ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, ഇവിടെ ആരും പട്ടിണിയൊന്നും കിടക്കുന്നില്ല. രേവതി ചേച്ചിയോട് ചോദിച്ചതാണ് രേവതി ചേച്ചിക്ക് ഭക്ഷണം വേണോ എന്ന്. അപ്പോൾ രേവതി ചേച്ചി പറഞ്ഞു, വേണ്ട, സച്ചിയേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന്. സച്ചിയേട്ടനും പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്കുള്ളത് ഉണ്ടാക്കി കഴിച്ചോളാമെന്ന്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഓഹോ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം നിങ്ങൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വരുത്തുന്നു, അവർ ഉണ്ടാക്കി കഴിക്കുന്നു, ഇത് ശരിയാണോ വർഷമോളെ?
അച്ഛമ്മേ ഞങ്ങൾ എന്ത് ചെയ്യാനാ, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുകയാണ്, ആ ശരി, ഇനി മുതൽ നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങണ്ട. എന്തായാലും നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണ്, നിങ്ങൾ സമ്പാദിക്കുന്നവരാണ്. വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പുറത്തുള്ള ഭക്ഷണവും അധികം നല്ലതല്ല. എത്രയോ ആൾക്കാർ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്, അവരെല്ലാവരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടല്ലേ പോകുന്നത്. ഇനി മുതൽ ശ്രുതിമോളും വർഷമോളും രേവതിക്ക് 6 ആഴ്ച സുഖമാവുന്നത് വരെ ഇവിടെ നിന്ന് ജോലി ചെയ്താൽ മതി. ജോലി ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കി നിങ്ങളുടെ ജോലിക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മുഖത്താണെങ്കിൽ അങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ അച്ചമ്മ ആയതുകൊണ്ട് ശ്രുതിക്ക് തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുക. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, ശരി ഞാൻ എൻ്റെ രേവതി മോളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന്. അങ്ങനെ രേവതിയെ കാണാൻ പോവുകയാണ്. രേവതി ചാടി പിടിച്ച് എണീക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, അല്ല വേണ്ട മോളെ, കിടന്നോ, 6 ആഴ്ച നിനക്ക് റെസ്റ്റ് എടുക്കേണ്ടതല്ലേ, കാനൊന്നും അനക്കണ്ട. നീ അടുക്കളയിൽ കയറി ഒരു ജോലി ഇനി ചെയ്യാൻ പോകരുത്. ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ബാക്കി വർഷയും ശ്രുതിയും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരിവിടെ ചെയ്തോളും എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അയ്യോ അച്ചമ്മേ, അവർക്കതിന് ജോലിയൊന്നും ചെയ്യാൻ അറിയില്ല. അവർ രാവിലെ ജോലിക്ക് പോകുന്നവരല്ലേ, അങ്ങനെ അടുക്കളയിലൊന്നും കയറാറില്ല. അപ്പോൾ അച്ചമ്മ പറയുകയാണ്, ഇനി മുതൽ അവർ കയറിക്കോളും, കാരണം ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നീ റെസ്റ്റ് എടുക്ക്, അവരിവിടെ ജോലി ചെയ്യട്ടെ. ശരി മോളെ, എന്തായാലും ഞാനിവിടെ 1-2 ആഴ്ച ഇവിടെ ഉണ്ടല്ലോ, മോള് റെസ്റ്റ് എടുക്ക്, അച്ചമ്മ താഴോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് താഴോട്ട് വരികയാണ്. അടുക്കളയിൽ നേരെ അച്ചമ്മ കയറുന്നതും കഴിച്ച പാത്രത്തിൻ്റെ എല്ലാം വേസ്റ്റ് അവിടെ കിടപ്പുണ്ട്, പാത്രം പോലും കഴുകാതെ. അപ്പോൾ അച്ചമ്മ വിളിക്കുന്നുണ്ട്, ശ്രുതി ഇവിടെ വാ ശ്രുതി, ഇങ്ങനെയാണ് ഒരു വീട് ഇട്ടേക്കേണ്ടത്. രേവതി മോൾ ഉണ്ടായിരുന്ന സമയത്ത് എന്തുമാത്രം നീറ്റായിട്ട് അടുക്കളയൊക്കെ സൂക്ഷിക്കുന്നത്. അവൾ ഒരു പാത്രം പോലും അടുക്കളയിൽ അങ്ങനെ വേസ്റ്റാക്കി ഇടാറില്ല. എത്ര നല്ല നീറ്റായിട്ട് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് രണ്ടാൾക്കും അവളെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് പഠിച്ചൂടെ? ഒന്നും സ്വന്തമായിട്ട് ചെയ്യുകയില്ല, ആരെങ്കിലും ചെയ്താൽ കുറ്റവും പറയും. ആ ശരി, എന്തായാലും ശ്രുതി ഇവിടെ നിൽക്കുകയല്ലേ, ശ്രുതി ഇവിടെ വന്നിട്ട് ഈ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്ക് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അച്ചമ്മ, എനിക്കിപ്പോൾ തന്നെ ബ്യൂട്ടി പാർലറിൽ പോകണം. 1-2 പേര് ബ്യൂട്ടി പാർലറിൽ വന്നിരിപ്പ് എന്നെ കാത്ത് നിൽക്കുന്നുണ്ട്, എനിക്കതുകൊണ്ട് എന്തായാലും പോയേ പറ്റുള്ളൂ. ആ സമയത്ത് വർഷയും പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഡബ്ബിങ്ങിന് പോകണം. ഇന്ന് തന്നെ ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഇവിടുന്ന് എണീറ്റത് തന്നെ, എനിക്കതുകൊണ്ട് പെട്ടെന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അച്ചമ്മയ്ക്ക് പിടികിട്ടുന്നുണ്ട്, 2 ജോലി കളികളാണല്ലോ ഉള്ളത്, അവർക്ക് ജോലി ചെയ്യാൻ വയ്യ. ആ സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട്, എന്തായാലും ഞാനാ പറഞ്ഞത്, നിങ്ങൾ 2 ആളും ഇവിടെ നിന്ന് ഈ പാത്രം കഴുകിയിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ വർഷ ആ സൈഡിൽ കൂടെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയെ കൊണ്ട് അവിടെ കൂട്ടിയിട്ടിരുന്ന പാത്രങ്ങൾ മൊത്തം അച്ചമ്മ ക്ലീൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കാനും പറയുന്നുണ്ട്. അച്ചമ്മയെ പ്രാഗിയാണെങ്കിലും ശ്രുതി അവിടെ നിന്ന് ആ പാത്രങ്ങളെല്ലാം കഴുകി തീർക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഓ വന്നു ഒരു തള്ള, ഇനി ഇവരെ വേണമല്ലോ സഹിക്കാൻ. ആ രേവതിയുടെ കാലൊടിഞ്ഞ് കിടന്നപ്പോൾ ഞാനൊന്ന് ആശ്വസിച്ചതാ, ഇപ്പോൾ റൂമും ഇല്ല, വീട്ടിലെ ജോലിയെല്ലാം ഞാൻ ചെയ്യണം. അങ്ങനെ നിന്ന് പറഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകുകയാണ്. അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ അച്ചമ്മ ശ്രുതിയെ കൊണ്ട് മൊത്തം ജോലി ചെയ്യിപ്പിക്കുന്ന രസകരമായ എപ്പിസോഡുകളാണ്. അപ്പോൾ ഇനി ചെമ്മനീർപ്പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.